ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാനുള്ള പരിപാടികളൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ മുറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഈവനിങ് റൊട്ടീനിൽ ഇവിടെ മുറ്റം തൂക്കേണ്ട പരിപാടി വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ കുളിച്ചതിന് ശേഷം വിളക്ക് വെക്കും. വിളക്കൊക്കെ തേച്ചു എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറ്റുന്ന ദിവസങ്ങൾ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് വിളക്ക് വെക്കുന്നത്. എത്രയൊക്കെ വിഷമം വന്നാലും വിളക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ വിഷമങ്ങളും എല്ലാം പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിളക്കൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. വിളക്ക് വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോണത് വേറൊന്നിനുമല്ല, കുഞ്ഞിന് കുറുക്ക് കാച്ചണം. കുറുക്ക് കാച്ചേണ്ട നേരമായി. കുറുക്ക് കാച്ചിയിട്ട് ഞങ്ങൾക്കൊരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാം എന്നുള്ള രീതിയിലാണ് നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയത്. അപ്പോൾ അവന് കുറുക്ക് കാച്ചാനായിട്ട് ഹെൽത്ത് മിക്സിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഹെൽത്ത് മിക്സ് മേടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അവിടുന്ന് തന്നെ പൊടിച്ച് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. അപ്പം ഇത് തീരാറുമായി കുഞ്ഞിൻ്റെ സാധനം. ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഇനി തിരക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹെൽത്ത് മിക്സ് പൊടി കുറച്ച്, ഇവൻ ഇപ്പോൾ ആഹാരം നല്ല രീതിയിൽ കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് ഉണ്ടാക്കത്തേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ ആദ്യം ഹെൽത്ത് മിക്സ് നമ്മുടെ പാലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സ്റ്റിർ ചെയ്തതിന് ശേഷം ഞാൻ കുറുക്ക് കാച്ചാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ പാൽ കാപ്പി ഇടാമെന്ന് വെച്ചിട്ട് പാലെടുത്തിട്ട് കാപ്പി ഇടുന്നുണ്ട്. ഞാൻ എന്തിനല്ലേ ഇത്രയും ഇങ്ങനെ വിശദീകരിക്കുന്നത്, ചുമ്മാ ഇരിക്കട്ടെ. അങ്ങനെ രണ്ടും കൂടെ നേരെ അടുപ്പത്തിൽ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഞാൻ കോഫി 2 ഗ്ലാസ്സിലാക്കിയിട്ട് ആകാശിനും എനിക്കും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഒന്നും പുള്ളി അത്ര മൈൻഡാക്കുന്നില്ല, ഫോണിലാണ് കളി. എന്ത് പറയാനല്ലേ, ഫോൺ അഡിക്ഷൻ. അങ്ങനെ എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കും. എന്നിട്ട് രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മുടെ വീട്ടിലായിരുന്നപ്പോൾ അമ്മയൊക്കെ കൂടുതലും ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. നമുക്കിത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിരുന്നില്ല, പക്ഷേ ഇപ്പം ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇന്ന് രാത്രി ഞാൻ വിചാരിക്കണത് പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പുട്ട്. പക്ഷേ ഗതികെട്ട അവസ്ഥ കൊണ്ട് പുട്ട് വരെ തിന്നേണ്ട അവസ്ഥയായി എന്ന് വേണം പറയേണ്ടത്. അപ്പോൾ ഗോതമ്പ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ പുട്ട് കുഴയ്ക്കാൻ പോലും അറിയത്തില്ല. എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഒന്നും അറിയത്തില്ല. അതുമാത്രമല്ല പുട്ടുണ്ടാക്കാൻ തേങ്ങയും കാര്യങ്ങളൊന്നുമില്ല. തേങ്ങയൊന്നും ഇടാതെ സാധാ ആവി കയറ്റി പുട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത്. എല്ലാ ദിവസവും ചപ്പാത്തി തിന്നു കഴിഞ്ഞാൽ മടുക്കത്തില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പുട്ടാക്കാമെന്ന്. അങ്ങനെ പുട്ടൊക്കെ കുഴച്ച് ആദ്യം പുട്ടിൻ്റെ ആ കുടത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അമ്മച്ചി ഇത് ചെയ്യുന്നതൊക്കെ കണ്ടതിൻ്റെ പരിചയത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ശരിയാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ വെന്ത് വന്നു എന്തായാലും. ഓക്കെ, അങ്ങനെ പുട്ടൊക്കെ വെച്ചതിന് ശേഷം മുട്ടക്കറിക്കുള്ള പരിപാടിക്ക് സവാള എടുക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരിൽ നിന്നുള്ളായിരുന്നു. അപ്പം 2 സവാള എടുത്തിട്ട് മുട്ടക്കറി വെക്കാനായിട്ട് അരിയുന്നുണ്ട്. പിന്നെന്താ, ഒന്നെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കിഴങ്ങ് കറി, ഇതൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വല്ല ഡാല് കറിയോ, ഇതൊക്കെ നമുക്കിതിൻ്റെ ഒരു കോമ്പിനേഷനാക്കി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്നും മുട്ടക്കറി തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ മുട്ടക്കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ത് തേങ്ങയൊക്കെയാണ് ഞാൻ ഈ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്തിലോട്ടെ അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിയുന്നുണ്ട്. സവാള അരിയുന്നത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലകയിലാട്ടോ. കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ നേരെ അടുപ്പത്തൊരു എന്താക്കുന്ന ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് സെറ്റാക്കി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയൊക്കെ നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് മാത്രമേ പൊടികൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഞാൻ പൊടിവർഗ്ഗങ്ങളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാല, അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതും നല്ല രീതിയിൽ മൂപ്പിക്കും. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഞാനത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. എന്നിട്ട് ഒരു പകുതിയോളം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളിയുടെയൊക്കെ വെള്ളം ഇറങ്ങുന്നത് വരെ ഇളക്കി നൈസായിട്ട് സെറ്റാക്കി കൊടുക്കും. എന്നിട്ട് മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം വേവിക്കുള്ളൂ. വെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം 2 മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറി സെറ്റാവും.
ആ അപ്പോഴത്തേക്ക് ഇതേ പുട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ രീതിയിലൊക്കെ വന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയായിട്ടുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കി നേരെ ഞങ്ങൾ ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു കുറ്റി പുട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നു. ഫുഡൊക്കെ ഭയങ്കര കമ്മിയാക്കിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. വേറൊന്നും കൊണ്ടല്ല, ഉണ്ടാക്കാനുള്ള മെനക്കേടുകൾ കൊണ്ട് മാത്രമാണ് ഗൈസ്. ഓക്കെ, അതിന് ശേഷം ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡിൻ്റെ കുറച്ച് പാത്രങ്ങൾ എല്ലാം മാറ്റി വെക്കുമല്ലോ, അതിൻ്റെ പാത്രങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഉണ്ടാക്കിയ പുട്ടിൻ്റെയും മുട്ടക്കറിയുടെയൊക്കെ പാത്രങ്ങളുണ്ട്. കൊച്ചിന് കുറുക്ക് കാച്ചിയ പാത്രങ്ങളുണ്ടായിരുന്നു. രാവിലെ ചോറ് വെച്ചതിൻ്റെ പാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇത് ഇഷ്ടമുള്ള പരിപാടികളായതുകൊണ്ട് എനിക്ക് അത്ര വിഷമവും കാര്യങ്ങളൊന്നും തോന്നില്ല. ഞാൻ ഇഷ്ടം ഉള്ളതുപോലെ ചെയ്യാറുണ്ട്. ഓക്കെ, അതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിടും. പാത്രം കഴുകിയിട്ട് നമ്മുടെ ബേസിൻ നല്ല രീതി ക്ലീനാക്കും. എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നല്ല രീതി തുടയ്ക്കും. വെള്ളം വെച്ച് നനച്ച് തുടയ്ക്കും. ഗ്യാസ് സ്റ്റൗ തുടയ്ക്കും നല്ല രീതിക്ക്. ഗ്യാസ് സ്റ്റൗ എപ്പോഴും അഴുക്കുണ്ടാകുന്നൊരു സാധനമാണ്. അതുമാത്രമല്ല പെട്ടെന്ന് തുരുമ്പടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കാറുണ്ട്. തുടച്ചിട്ട് തന്നെ തുരുമ്പടിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ, അതിന് ശേഷം ഞാൻ എല്ലായിടവും ഡോറൊക്കെ ലോക്ക് ചെയ്യും. ഇത് ബാൽക്കണിയിലേക്കുള്ളൊരു കതവാണ്, അതും ഞാൻ ലോക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് നേരെ പോയി കിടക്കുന്ന പരിപാടികളാണ്. ഇത്രയൊക്കെയുള്ളൊരു വൈകുന്നേരത്തെ പരിപാടികളെന്ന് പറയുന്നത്. വൈകുന്നേരം മഴയും പെയ്തു ഗൈസ്, അന്തസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.